ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. ഒരുവൻ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അവൻ ദൈവത്തിനുള്ളത് അഥവാ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. തൈലത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. സഭയിൽ കൂദാശകളുടെ പരികർമ്മണത്തിന്, അതായത് ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം, രോഗ്യലേപനം എന്നീ കൂദാശകളിൽ വിശുദ്ധ തൈലം ഉപയോഗിക്കുന്നുണ്ട്. തൈലം രോഗത്തിൽ നിന്നുള്ള രോഗശാന്തി, പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം, ദൈവത്തിനുള്ള സമർപ്പണം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. ബൈബിളിൽ 100-ലധികം പ്രാവശ്യം തൈലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും തൈലത്താൽ അഭിഷേകം ചെയ്തിരുന്നു. ദൈവാരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ വിശദീകരിക്കാനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനായും തൈലം ഉപയോഗിച്ചിരുന്നു. യഹൂദരുടെ ഇടയിൽ ആദരവിൻ്റെ ഭാഗമായും തൈലം പൂശിയിരുന്നു. ഒപ്പം മൃതസംസ്കാര വേളയിൽ മൃതശരീരം തൈലത്താൽ പൊതിഞ്ഞിരുന്നു. അത് മൃതശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും സുഗന്ധം പ്രസരിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. എന്നാൽ തൈലത്തെക്കുറിച്ച് ഈ നോമ്പുകാലത്ത് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് സുവിശേഷത്തിലെ വളരെ മനോഹരമായൊരു രംഗമാണ്. ബഥാനിയയിലെ തൈലാഭിഷേകം. പെസഹായ്ക്ക് 6 ദിവസം മുൻപ് മറിയം വലിയ വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയാണ്. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് വീട്ടിൽ വരുന്ന അതിഥികളുടെ പാദങ്ങൾ കഴുകുക എന്നത് ആതിഥ്യ മര്യാദയുടെ ഭാഗമായിരുന്നു. എന്നാൽ മറിയം യേശുവിൻ്റെ പാദങ്ങൾ കഴുകുകയല്ല, അവൻ്റെ പാദങ്ങളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. വിലപിടിപ്പുള്ള ഈ തൈലം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ഈശോ അവളുടെ പ്രവൃത്തിയെ സസ്നേഹം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തു എന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, എന്തേ മറിയം ഈ വിലപിടിപ്പുള്ള തൈലം ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് ഒഴിക്കുന്നത്? യേശുവിൻ്റെ പാദത്തിലേക്ക് ഒഴിക്കാൻ അവളെ പ്രേരിപ്പിച്ചതെന്ത്? ക്രിസ്തുവിനോടുള്ള അതിയായ സ്നേഹവും ബഹുമാനവും അവൻ അതിന് അർഹനാണ് എന്നുള്ള ബോധ്യവുമാണ് മറിയത്തെ കൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഈ തൈലാഭിഷേകം ഒരു സ്നേഹപ്രകടനം തന്നെയാണ്. ഈശോയുടെ പാദത്തിനരികെ ഇരുന്ന് വചനം ശ്രവിച്ചവളാണ് മറിയം. വിലയേറിയത് തനിക്ക് ഏറ്റവും വിലപ്പെട്ടവന് നൽകാൻ കഴിയുന്നതിൽ പരം സന്തോഷം എന്താണുള്ളത്? പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ ഏകജാതനെ നമ്മുടെ രക്ഷയ്ക്കായി നൽകുമ്പോൾ എന്തുമാത്രം സ്നേഹത്തിൻ്റെ തൈലത്താൽ നിങ്ങളും ഞാനും ക്രിസ്തുവിനെ പൊതിയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏറ്റവും വലുതെന്ന് തോന്നുന്നത് എന്തും ഈശോയ്ക്ക് വേണ്ടി നൽകുമ്പോൾ ഞാനും നിങ്ങളും സുഗന്ധ തൈലം പോലെ സുഗന്ധം പരത്തുന്നവരാകും. ഈ ഒരു നോമ്പുകാലം ഞാൻ എനിക്കെന്ന് കരുതി വച്ചിരിക്കുന്നതെല്ലാം ക്രിസ്തുവിനായി നൽകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.